ഹലോ എവ്രി വൺ, നാളെയാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാം. പലരും കൺഫ്യൂഷനിലായിരിക്കും, നാളെ എന്ത് ക്വസ്റ്റ്യൻ വരും, എങ്ങനെ എഴുതും, അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ. ഡെഫിനറ്റ്ലി നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് യൂണിറ്റ് 3-ൽ നിന്നും യൂണിറ്റ് 4-ൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതാണ് നമ്മുടെ സിലബസ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഓണം എക്സാമിൽ നിങ്ങൾക്ക് മലാല യൂസുഫ്സായിയുടെ ആ ഒരു ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ എക്സാമിൽ അതും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ അതും അടിപൊളിയായിട്ട് പഠിക്കുന്നു, നമ്മൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുന്നു. ഇനി വെറും ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചു പോയാൽ, അല്ലെങ്കിൽ അതിന്റെ സമ്മറി മാത്രം പഠിച്ചു പോയാൽ എക്സാമിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? നോ, ഡെഫിനറ്റ്ലി നമുക്ക് ധാരാളം ഡിസ്കോഴ്സുകളും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് സ്പീച്ച് ആവട്ടെ, ഡയറി ആവട്ടെ, അതുപോലെ തന്നെ കോൺവെർസേഷൻ ആവട്ടെ, ധാരാളം ഡിസ്കോഴ്സുകൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാനുണ്ട്. ഇതെല്ലാം സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഞാനും നാച്ചു സാറും വരുന്നുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ഡിസ്കോഴ്സും ഇത്രയും സമ്മറിയും നമ്മൾ സെറ്റാക്കാൻ പോവാണ്. മാത്രമല്ല ഡെഫിനറ്റ്ലി നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ലിങ്ക്, നമ്മുടെ 7 മണിയുടെ ആ ഒരു ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതിന് റെഡി ആണെങ്കിൽ കമന്റ് ബോക്സിൽ റെഡി എന്ന് കമന്റ് ചെയ്യുകയും ചെയ്യുക. ഡെഫിനറ്റ്ലി ഇന്ന് പറയാൻ പോകുന്ന ഡിസ്കോഴ്സിന്റെ ആൻസേഴ്സ് ഒന്നും ഇന്നേ വരെ നിങ്ങൾ കാണാത്ത അത്രയും അടിപൊളിയായിട്ടുള്ള, പുതുതായിട്ട് നിങ്ങൾക്ക് ഏതൊരു ഡിസ്കോഴ്സ് കിട്ടുകയാണെങ്കിലും നിങ്ങൾ തന്നെ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ സെറ്റാക്കിയുള്ളത്. സോ നമുക്ക് ഇന്നത്തെ ലൈവ് അടിപൊളിയാക്കണം.